നമസ്കാരം. തീവ്രവാദികളുടെ സ്വർഗമാണ് പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാനികൾ പറയുന്നു പാകിസ്ഥാൻ നരകമാണ്. ഭീകരർക്ക് എതിരായിട്ടുള്ള യുദ്ധത്തിൽ കനത്ത നഷ്ടം സഹിച്ചുകൊണ്ട് പാകിസ്ഥാൻ നരകമായി മാറിയിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനികളുടെ യാതനയാണ്. അവിടുത്തെ മരണങ്ങളുടെ ഒരു ശതമാന കണക്ക് എന്ന് പറയപ്പെടുന്നത് 73%-ലധികം വർദ്ധിക്കുകയാണ്. പാകിസ്ഥാൻ സാധാരണക്കാർക്ക് ഒരു നരകമായി മാറുന്നു എന്നുള്ളത് പാകിസ്ഥാനികളുടെ തന്നെ സങ്കടമാണ്. അടുത്തിടെ വന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് 2025 തീവ്രവാദികളുമായിട്ടുള്ള പോരാട്ടത്തിൽ പാകിസ്ഥാനിൽ മരിച്ചവരുടെ എണ്ണം 73%. തീവ്രവാദികളുടെ ഒരു സ്വർഗമാണ് സത്യത്തിൽ പാകിസ്ഥാൻ. തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം. എല്ലാ തരത്തിലുമുള്ള IS ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഈ പറയുന്ന പോലെ ഹിസ്ബുൾ മുജാഹിദീൻ ആണെങ്കിലും ആരാണെങ്കിലും അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് അവർക്ക് പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീവ്രവാദികളുടെ സ്വർഗമായി മാറുന്നു പലപ്പോഴും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ ജനങ്ങൾക്കത് മടുത്തു കഴിഞ്ഞു. നരകമായി മാറുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ വിധി എഴുതി തുടങ്ങി. സുരക്ഷാ സേനയ്ക്കും തീവ്രവാദികൾക്കും ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ. ഇസ്ലാമാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആളുകൾ എങ്ങനെ മരിക്കുന്നു എന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്റ്റ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 യുദ്ധവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ 73% വർദ്ധിച്ച് 3387 ഉയരുമെന്ന് പ്രവചിക്കപ്പെടുന്നു. 2024 ഇത് 1950 ആയിരുന്നു. ഈ മരണങ്ങളിൽ 2115 തീവ്രവാദികൾ, 664 സുരക്ഷാ സേനാംഗങ്ങൾ, 580 സാധാരണക്കാർ, സർക്കാർ അനുകൂല സമാധാന സമിതികളിലെ 28 അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്നു ഈ കൊല്ലും കൊലയുമായി നടക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള മരണങ്ങൾ കൂടുന്നു, വർദ്ധിക്കുന്നു. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആകെ മരണങ്ങൾ ഏകദേശം 62% തീവ്രവാദികളാണ്. 2015 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വാർഷിക മരണസംഖ്യയാണിത്. അതായത് ഈ വർഷം 2322 മരണങ്ങൾ. മുൻ വർഷത്തെ അപേക്ഷിച്ച് തീവ്രവാദ മരണങ്ങളിൽ 122% വർധനവ്. 2024 951 തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത്. ഈ വർഷം പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്ക് രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു വർഷമായിരുന്നു എന്ന് സംഘടന തന്നെ പറയുന്നു. 2025 664 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മരണങ്ങൾ രേഖപ്പെടുത്തി. 2024 528 നിന്ന് 26% വർധന ഉണ്ടാകുന്നു. കൂടാതെ 2011 677 സുരക്ഷാ സേനാംഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വാർഷിക കണക്ക്. അപ്പോൾ സിവിലിയൻ മരണങ്ങളും 24% വർദ്ധിച്ച് 2025 580 ഉയരുന്നു. 2024 468 മരണമാണ് 580 ഉയരുന്നത് എന്നുള്ളതാണ്. 2015 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വാർഷിക സിവിലിയൻ മരണസംഖ്യയാണിത്. അന്ന് 642 സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടത്. റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ 2025 കുറഞ്ഞത് 1063 ഭീകരാക്രമണങ്ങളെങ്കിലും ഈ പാകിസ്ഥാൻ നടന്നിട്ടുണ്ട്. 2024 ഇത് 908 ആയിരുന്നു. 2014 ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. 2025 1663 എന്ന് പറയുന്ന ഭീകരാക്രമണങ്ങൾ. അന്ന് 1609 ഭീകരാക്രമണങ്ങളാണ് 2014 രേഖപ്പെടുത്തിയത്. അതേസമയം ഈ വർഷം ചാവേർ ആക്രമണങ്ങളിലും 53% വർധന ഉണ്ടായിരിക്കുന്നു. 2024 17 ആയിരുന്നുവെങ്കിൽ 2025 26% ഉയരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന സാധാരണ ജനത്തിന് താമസിക്കുവാൻ കഴിയാത്ത, ജീവിക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലേക്ക്, ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തപ്പെടുന്നു. യുദ്ധത്തിന്റെ പുകയും കറയും മാത്രമുള്ള ഒരു നാടായി പാകിസ്ഥാൻ മാറുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനികൾ ഈ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ നരകം എന്ന് പറയപ്പെടുന്നു. അതേസമയം ഭീകരവാദികൾക്ക്, നുഴഞ്ഞുകയറ്റക്കാർക്ക്, IS പോലുള്ള ഭീകര സംഘടനകൾക്ക് ഈ പറയുന്ന പാകിസ്ഥാൻ ഒരു സ്വർഗമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം.